പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന് രഹസ്യ സൈനിക വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനെ പഞ്ചാബ് പോലീസിന്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്ന ഒരു വ്യക്തിയെയും വെറുതെ വിടില്ല. രാജ്യം അത്രയധികം കരുതലോടെയാണ് മുന്നോട്ടു പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഒരു രീതിയിലുമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല. ഇന്ത്യയെ തകർക്കാൻ കരുതിയിറങ്ങിയ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടി അതിന് ഉദാഹരണമാണ്. മാത്രമല്ല, സൈനികരിലെ ചാരന്മാരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല. പഞ്ചാബ് പോലീസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം പ്രതി സാംഗ്രൂഡ് ജില്ലയിലെ നിഹൽഗഡ് ഗ്രാമത്തിൽ താമസിക്കുന്ന ദേവീന്ദർ സിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ജൂലൈ 14 ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറിയിൽ നിന്നാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. ചാരവൃത്തി ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത മുൻ സൈനികൻ ഗുർപ്രീത് സിംഗ് എന്ന ഗുരി ഫൗജിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ഈ അറസ്റ്റ്. ഫിറോസ്പൂർ ജയിലിൽ കഴിയുമ്പോൾ സൈന്യത്തിന്റെ സെൻസിറ്റീവ് രേഖകൾ കൈക്കലാക്കുന്നതിൽ ദേവീന്ദർ പങ്കാളിയായിരുന്നുവെന്ന് ഗുർപ്രീത് സിംഗ് ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായി. ഈ രേഖകൾ രഹസ്യ വിവരങ്ങൾ അടങ്ങിയിരുന്നതായി ആരോപിക്കപ്പെടുന്നു. അദ്ദേഹം അത് പാകിസ്ഥാന്റെ ISIക്ക് കൈമാറി. ദേവീന്ദർ സിംഗിന്റെ അറസ്റ്റിന് ശേഷം ജൂലൈ 15 അധികാരികൾ അദ്ദേഹത്തെ മൊഹാലി കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കോടതി 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2017 പൂനെയിലെ ഒരു സൈനിക ക്യാമ്പിൽ പരിശീലനത്തിനിടെയാണ് ദേവീന്ദറും ഗുർപ്രീതും ആദ്യമായി കണ്ടുമുട്ടിയെന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനുശേഷം ഇരുവരും ബന്ധം തുടർന്നതായും പിന്നീട് ഇരുവരെയും സിക്കിമിലും ജമ്മു കാശ്മീരിലും നിയമിച്ചതായും സൂചനയുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ഇരുവർക്കും രഹസ്യ സൈനിക സാമഗ്രികൾ ലഭ്യമായിരുന്നു. അവയിൽ ചിലത് ഗുർപ്രീത് ചോർത്തിയതായി ആരോപിക്കപ്പെടുന്നു. ചാരവൃത്തി ശൃംഖലയിൽ ദേവീന്ദറിന്റെ കൃത്യമായ പങ്ക് ഇപ്പോഴും അന്വേഷണത്തിലാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ ISIയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ചാരവൃത്തി ശൃംഖലയെ തുറന്നുകാട്ടുന്നതിലും തകർക്കുന്നതിലും ഈ അറസ്റ്റ് ഒരു പ്രധാന വഴിത്തിരിവാണെന്ന് SSOC AIG റവ്ജോത് കൗർ ഗ്രേവാൾ പറഞ്ഞു. അതേസമയം രാജ്യത്തിന്റെ പ്രതിരോധ സേനാ വിഭാഗങ്ങൾ കൂടുതൽ കരുത്തുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിക്ക് ഒരു പ്രധാന ഉത്തേജനം നൽകിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം ബുധനാഴ്ച ലഡാക്കിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന്റെ ഉയർന്ന ഉയരത്തിലുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി. ഈ സംവിധാനം വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് ആർമി എയർ ഡിഫൻസ് 15,000 അടിയിൽ കൂടുതൽ ഉയരത്തിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. അപൂർവമായ അന്തരീക്ഷത്തിൽ വേഗത്തിൽ ചലിക്കുന്ന വ്യോമലക്ഷ്യങ്ങൾ മിസൈലുകൾ 2 തവണ നേരിട്ട് ആക്രമണം നടത്തിയതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ സിസ്റ്റത്തിന്റെ ഫലപ്രാപ്തി തെളിയിക്കുന്നു. കരസേനയുടെ 3ാമത്തെയും 4ാമത്തെയും ആകാശ് റെജിമെന്റുകളുടെ ഭാഗമായിട്ടാണ് ആകാശ് പ്രൈമിനെ ഉൾപ്പെടുത്തുക. ചൈനീസ് ജെറ്റുകളും തുർക്കി ഡ്രോണുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെ ചെറുക്കാൻ സഹായിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ സംവിധാനം നേരത്തെ പ്രവർത്തന വിജയം തെളിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.